ഹലോ. അങ്ങനെ എൻ്റെ വാവയുടെ ചോറൂണ് കഴിഞ്ഞു. ശരിക്കും എനിക്കിതൊരു സ്പെഷ്യൽ മൊമെൻ്റ് തന്നെയായിരുന്നു. കാരണം പ്രഗ്നൻസി 6th മന്തിൽ ലാസ്റ്റ് അമ്പലത്തിൽ പോയിട്ട് പിന്നെ അമ്പലത്തിൽ കയറുന്ന ഇന്നാണല്ലോ. അതും വാവയുടെ കൂടെ കയറിയപ്പോൾ എനിക്കൊരു ഹാർട്ട് ടച്ചിങ് മൊമെൻ്റ് ആയിരുന്നു. നമുക്ക് പിന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ എന്ത് നടന്നാലും അത് സ്പെഷ്യലാണല്ലോ. അവൻ കരഞ്ഞ് അലമ്പാക്കുമെന്നാണ് ഞാൻ ഓർത്തത്. ബട്ട് ഓരോരുത്തർ കൊടുത്തതും അവൻ നല്ല എൻജോയ് ചെയ്ത് തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ കൊടുത്തത് റിജക്റ്റ് ചെയ്ത് ആരെയും വിഷമിപ്പിച്ചില്ല. അവൻ ഞാൻ കണ്ണൊന്നും എഴുതിക്കാറേയില്ല. ഇന്നെന്തോ ഞങ്ങൾക്ക് എഴുതാൻ തോന്നി. കണ്ണെഴുതിയപ്പോൾ മോൻ മാറി നല്ലൊരു സുന്ദരി മോൾ തന്നെ ആയിട്ടുണ്ടായിരുന്നു അവൻ. തലയിൽ പൂവിടെ വെച്ചപ്പോൾ പിന്നൊന്നും പറയാനില്ല. ശർക്കര കൊണ്ടും പഞ്ചസാര കൊണ്ടും തുലാഭാരം നടത്താനുണ്ടായിരുന്നു. അതൊക്കെ നല്ല ഭംഗിയായി തന്നെ നടന്നു. അവൻ എല്ലാത്തിനും അടങ്ങിയിരുന്നു തന്നു. വീട്ടിലൊരു 5 മിനിറ്റ് പോലും നിലത്തെടുത്തുമ്പോൾ അടങ്ങി കിടക്കാത്ത ആളാണ്. അപ്പം തന്നെ കള്ളക്കരച്ചിൽ വരെയും അവനെടുക്കാൻ വേണ്ടി. അവൻ ആരെങ്കിലും എപ്പോഴും കയ്യിലെടുത്തുകൊണ്ട് കറങ്ങി കിടക്കണം. റോട്ടിൽ വണ്ടി കാണിക്കാൻ പോകുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ എന്താ കരയാത്തതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. പായസമൊക്കെ കഴിച്ചപ്പോൾ ആൾ ഓണായെന്ന് തോന്നുന്നു. ആസ് യൂഷ്വൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അമ്പലത്തിൽ നിന്ന് പായസം കിട്ടി. ഒരുപാട് അമ്പലങ്ങളിൽ ഇനിയും ചോറ് കൊടുക്കാനുണ്ട്. അധികം വൈകാതെ തന്നെ എല്ലാം നടത്തണം. ചോറൂണായപ്പോഴാണ് മനസ്സിലായത് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും കൊച്ചു വളർന്ന് വലുതാവുകയാണെന്ന്. എനിക്കവൻ ഇന്നലെ ജനിച്ച പോലെയായി ഇപ്പോഴും തോന്നുന്നത്. അപ്പോഴേക്കും ദേ അവൻ്റെ ചോറൂണായി. ഞങ്ങളിപ്പോൾ എപ്പോഴും പറയും, ഇവിടെ വെച്ച് എല്ലാം സ്റ്റെക്കായിരുന്നെങ്കിൽ അവനെ നമുക്ക് എപ്പോഴും ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും വാവയുടെ ചോറൂണെല്ലാം നല്ല ഭംഗിയായി തന്നെ നടന്നു. അങ്ങനെ അവനും ഹാപ്പി, ഞങ്ങളും ഹാപ്പി.